ഈ കഥയിൽ ഒരു എഴുത്തുകാരനാണ് പ്രധാന കഥാപാത്രം. ഇദ്ദേഹത്തിൻ്റെ പേര് മാധവൻ എന്നാണ്. ഇദ്ദേഹം ഒരു കഥ എഴുതുവാൻ വേണ്ടി ഒരു വീട് പുതിയതായി വാടകയ്ക്ക് എടുത്ത് അവിടെ എഴുതുവാനായി വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എഴുതുവാനായി അദ്ദേഹം നല്ലൊരു ചൂട് കട്ടൻ കാപ്പിയൊക്കെ തയ്യാറാക്കി നല്ലൊരു മൂഡിൽ ഇരുന്നതാണ്. പക്ഷേ ആ സമയം മാധവൻ്റെ വീടിന് തൊട്ടു താഴെയുള്ള ഒരു വീട്ടിൽ ഭയങ്കര ബഹളം. അത് ഇടയ്ക്കിടെ ഉള്ളതാണ്. അയൽ വീട്ടിലെ ഗൃഹനാഥൻ ഒരു മദ്യപാനിയാണ്. അയാൾ ഭാര്യയെ തെറി വിളിക്കുകയാണ്, അതും ഉച്ചത്തിൽ. ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വീട് വാടകയ്ക്കെടുത്ത് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് മാധവന് മനസ്സിലായത്. അല്ലെങ്കിൽ പുള്ളി വീട് വാടകയ്ക്ക് മറ്റെവിടെയെങ്കിലും നോക്കുമായിരുന്നു. ഏതായാലും വാടകയ്ക്കെടുത്ത സ്ഥിതിക്ക് കുറച്ചു അഡ്ജസ്റ്റ് ചെയ്തു പകൽ സമയങ്ങളിലൊക്കെ ഇരുന്ന് കഥ എഴുതി തീർക്കുവാനുള്ള ശ്രമത്തിലാണ് എഴുത്തുകാരൻ. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. അയൽ വീട്ടിൽ രാത്രി തുടങ്ങേണ്ടിയിരുന്ന ബഹളം വൈകുന്നേരം ആയപ്പോഴേക്കും തുടങ്ങിയിരിക്കുന്നു. അതായത് കുറച്ചു നേരത്തെ ബഹളം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും നോ രക്ഷ. അദ്ദേഹം മുറിയിലെ ജനാലയിലൂടെ കുറേ നേരം അയലത്തെ വീട് നോക്കി നിന്നു. ഇനി ഏതായാലും ഇപ്പോഴൊന്നും വഴക്ക് അയാൾ അവസാനിപ്പിക്കില്ലെന്ന് നമ്മുടെ എഴുത്തുകാരന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എഴുത്തിനി നടക്കില്ലെന്നും അയാൾക്ക് ഉറപ്പായി. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടല്ലോ. അയൽക്കാരന് 2 പിള്ളേരുള്ള കാര്യം അപ്പോഴാണ് നമ്മുടെ എഴുത്തുകാരന് ഓർമ്മ വന്നത്. ആ കുട്ടികളുടെ കാര്യമോർത്തപ്പോൾ നമ്മുടെ എഴുത്തുകാരന് അല്പം വിഷമം വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഇതുപോലെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥിരം മദ്യപിക്കുകയും ഇദ്ദേഹത്തെ തല്ലുവാൻ ഓടിക്കുമ്പോൾ ഭയന്നെവിടേക്കോ ഓടുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എഴുത്തുകാരന് ആകെ ടെൻഷനായി. ആ നിമിഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അന്നേതായാലും തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ രക്ഷിക്കാൻ ആരും വന്നില്ല. പക്ഷേ ഇപ്പോൾ അയൽ വീട്ടിലെ ആ കുട്ടികളെ രക്ഷിക്കാൻ താനായിട്ട് മുന്നിട്ടിറങ്ങണമെന്നുള്ള ഉറച്ച തീരുമാനം. ആ തീരുമാനത്തിലെത്തിയ ഉടൻ പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ചു വീട് പൂട്ടി പുറത്തേക്കിറങ്ങി അയൽ വീടിനെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അപ്പോഴതാ മറ്റൊരു അയൽക്കാരൻ നമ്മുടെ എഴുത്തുകാരനെ നോക്കി കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യഭാഷ കാണിക്കുന്നു. ആദ്യം സംഭവം പിടികിട്ടില്ലെങ്കിലും പിന്നീട് നമ്മുടെ മാധവനെ കാര്യം പിടികിട്ടി. അതായത് താൻ പോകുന്നത് ബഹളം കേൾക്കുന്ന അയൽവീട്ടിലേക്കാണെങ്കിൽ അങ്ങോട്ട് പോകരുതെന്ന് കൈകൊണ്ട് ആംഗ്യഭാഷയിൽ വിലക്കുന്നതാണ് അയാൾ. പക്ഷേ ആ വിലക്കിന് തിരികെ ആംഗ്യഭാഷയിൽ തന്നെ എഴുത്തുകാരൻ ഉടൻ മറുപടി നൽകി. അയാളെ ഉപദേശിക്കാനല്ല, നല്ല തല്ല് കൊടുക്കാനാണ് താൻ പോകുന്നതെന്ന് ആംഗ്യഭാഷയിൽ അയാൾക്ക് മറുപടി നൽകി. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടും അയൽക്കാരൻ എഴുത്തുകാരനെ വിട്ടില്ല. അയാൾ എഴുത്തുകാരൻ്റെ പിന്നാലെ എത്തി ഒരു രഹസ്യം അറിയിച്ചു. അത് കേട്ട എഴുത്തുകാരൻ ഞെട്ടിപ്പോയി. വല്ലാത്തൊരു രഹസ്യമായിരുന്നു അത്. എന്തെന്ന് വെച്ചാൽ ഈ അയൽ വീട്ടിലെ മദ്യപാനിയുടെ മക്കളുടെ കാര്യമോർത്ത് അയാളെ ഭയന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസമാകുവാൻ വേണ്ടിയാണല്ലോ നമ്മുടെ എഴുത്തുകാരൻ പോകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ആ വഴക്കിന് പിന്നിൽ ശരിക്കും അയാളുടെ മക്കളാണ്. അതായത് സ്വന്തം അച്ഛന് മദ്യപിക്കാനുള്ള ഒരു ഫുൾ ബോട്ടിൽ വിസ്കിയും അച്ഛന് അമ്മയെ സംശയിച്ച് തല്ലുവാനും ബഹളമുണ്ടാക്കുവാനും അമ്മയ്ക്ക് ഓൺലൈനിൽ പുതിയ സാരി ഓർഡർ ചെയ്തു നൽകുന്നതും ഈ മക്കളാണ്. കാരണം 12-14 വയസ്സുള്ള ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലെ പ്രധാന കണ്ടന്റ് വീട്ടിലെ ഈ ബഹളമാണ്. മദ്യപാനിയായ കുമാരൻ്റെ പൂര തെറി വിളികളും വീട്ടിലെ ബഹളങ്ങളും എല്ലാം ഈ യൂട്യൂബിൽ വൈറലാണ്. അതിനായിട്ടാണ് പിള്ളേർ സ്വാഭാവികം എന്ന് തോന്നിപ്പോകും വിധം ഈ ബഹളങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കുമാരനെ പോലെയുള്ളവരോട് കാലത്തിൻ്റെ പ്രതികാരമാകാം ഇപ്പോൾ നീട്ടുന്നത്. ഇന്ന് കടിഞ്ഞാൺ മക്കളുടെ കയ്യിലാണ്. കുമാരന്മാർ അവരുടെ കൂത്തിനുള്ള വെറും പാവകൾ മാത്രം. ഈ സംഗതികൾ എഴുത്തുകാരനെ ഒന്ന് ഞെട്ടിപ്പിച്ചു. ഏതായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ആ പിള്ളേരെ അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, ഒന്ന് വിരട്ടിയേക്കാം എന്ന് കരുതി വീണ്ടും അങ്ങോട്ട് തന്നെ എഴുത്തുകാരൻ നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അയൽവക്കക്കാരൻ്റെ വിളി. ഇത്തവണ അയാൾ പറഞ്ഞത് വീണ്ടും എഴുത്തുകാരനെ ചിന്തയിലാഴ്ത്തി.
ഇത്തവണ അയൽക്കാരൻ പറഞ്ഞത് എന്താണെന്നോ? പിള്ളേരെ ക്യാമറയും മൈക്കുമായിട്ട് നിൽക്കുന്നത് തന്നെ പുതിയ പുതിയ കണ്ടന്റിന് വേണ്ടിയാണ്. വെറുതെ അവർക്ക് പുതിയ കണ്ടന്റ് നൽകരുതെന്ന്. അയാൾ ഉദ്ദേശിച്ചത് ഏതായാലും നമ്മുടെ എഴുത്തുകാരനെ പിടികിട്ടി. ഇത്തവണ രണ്ടാമതൊന്നും ആലോചിക്കാതെ നമ്മുടെ എഴുത്തുകാരൻ മുണ്ടും മടക്കി കുത്തി സ്വന്തം വീട്ടിലേക്ക് നടന്നു. അല്ല, ഓടി. അല്ലാതെന്തു ചെയ്യാൻ പറ്റും? തലമുറ ഇങ്ങനെയായാൽ. ഇനി പുറത്ത് ബോംബ് പൊട്ടിച്ചാൽ പോലും പുള്ളി പുറത്ത് തല കാണിക്കില്ല. കാണിച്ചാൽ പിള്ളേർ അതും കണ്ടന്റാക്കുമെന്ന് നമ്മുടെ എഴുത്തുകാരനറിയാം.